നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബിജെപിയുടെ ആഭ്യന്തര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിലാണ് അമിത്ഷായെ പിൻഗാമിയാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് കെജ്രിവാൾ വിമർശിച്ചത്. ഒരു പടി കൂടി കടന്ന് യോഗി ആദിത്യനാഥിനെ മോദി അപ്രസക്തനാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. തൊട്ടു പിന്നാലെ 75 വയസ്സ് കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്ന് അമിത്ഷാ വിശദീകരിച്ചു. ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ. പ്രായപരിധി പറഞ്ഞ് എൽ.കെ. അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിക്ക് 2 വർഷം കഴിഞ്ഞാൽ 75 വയസ്സാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തഴഞ്ഞ് അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ. ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे. നരേന്ദ്രമോദിക്ക് പ്രായപരിധി ബാധകമല്ലെന്ന് അമിത്ഷായുടെ മറുപടി. 2029 നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അമിത്ഷാ. मोदी जी 75 साल के हो जाए, इससे आपको आनंदित होने की जरूरत नहीं है. ये भारतीय जनता पार्टी के संविधान में कहीं नहीं लिखा है. मोदी जी ही ये टर्म पूरी करेंगे और मोदी जी ही आगे देश का नेतृत्व करते रहेंगे. इसमें भारतीय जनता पार्टी में कोई कंफ्यूजन नहीं है. ये कंफ्यूजन खड़ा करना चाहिए. കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി ആദ്യ ദിവസം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ചയാക്കാൻ കഴിഞ്ഞത് നേട്ടമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി പ്രചരണം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളുടെ എണ്ണം ബി.ജെ.പിയും വർദ്ധിപ്പിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തു പകർന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു. നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഹനുമാൻ ഭക്തരായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന്. ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഒപ്പമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക്. കാത്തുനിന്ന പ്രവർത്തകർ ആവേശത്തോടെ നേതാവിനെ സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി ജയിലിൽ അടയ്ക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. केरल के सीएम के पीछे पड़े हैं, अगर ये चुनाव जीत गए मेरे से लिखवा लो एफिडेविट के ऊपर. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनराई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളിൽ റോഡ് ഷോയിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. ജയിൽ തകർത്ത് കെജ്രിവാൾ പുറത്തു വന്നെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ജയിലിൽ നിന്നും പുറത്തു വന്ന കേജ്രിവാളിന്റെ ആദ്യ റോഡ് ഷോയിൽ 1000-ലധികം വരുന്ന പ്രവർത്തകരാണ് അണിനിരുന്നത്. ഇതേ ആവേശം നിലനിർത്തി കൂടുതൽ റാലികൾ സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി പദ്ധതിയിടുന്നത്. ക്യാമറാമാൻ മോഹൻ കുമാറിനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 4ാം ഘട്ടം മറ്റന്നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. നാലാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 96 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെയും അഴിമതിക്കാരുടെയും കൂട്ടായ്മയായി ഇന്ത്യ സഖ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന ചട്ടലംഘനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കുറ്റപ്പെടുത്തി.
നാലാം ഘട്ടത്തിലെ കുട്ടിക്കലാശവും അത്യന്തം ആവേശം നിറഞ്ഞതായിരുന്നു. ഒഡീഷയിലെ വിവിധ റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണങ്ങൾക്ക് മറുപടി പറഞ്ഞ കോൺഗ്രസ് പക്ഷപാത സമീപനം കമ്മീഷൻ തുടരുന്നു എന്ന് ആവർത്തിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ കനൌജിലും TMC നേതാവ് മഹുവ മൊയ്ത്ര സ്ഥാനാർത്ഥിയായ ബംഗാളിലെ കൃഷ്ണനഗറിലും പ്രവചനം അപ്രസക്തമാക്കി ഇരുവിഭാഗങ്ങളും ശക്തമായ പ്രചരണമാണ് അവസാന ദിവസം നടത്തിയത്. യൂസഫ് പത്താൻ, അധിർ രഞ്ജൻ ചൗധരി പോരാട്ടം നടക്കുന്ന ബഹ്റാംപൂരിൽ വൈകിട്ടോടുകൂടി പ്രചരണത്തിന് തിരശ്ശീല വീണു. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ഇന്നായിരുന്നു അവസാന പ്രചരണ ദിവസം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. വടകരയിലെ UDF പരിപാടിയിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ. അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെയും സാന്നിധ്യത്തിലായിരുന്നു അധിക്ഷേപ പരാമർശം. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹന്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? മിഥില ബാലൻ ചെയ്യുന്നു കോഴിക്കോട് നിന്ന്. മിഥില, വോട്ടെടുപ്പിന് ശേഷവും വർഗീയ പരാമർശത്തിന്റെ പേരിൽ വാക്പോര് തുടരുകയായിരുന്നു വടകരയിൽ. അവിടേക്കാണ് ഇപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധമായ അധിക്ഷേപകരമായ പരാമർശം വന്നിരിക്കുന്നത്. അതിന് വിട്ടൊരു പ്രസ്താവനയായി പോയില്ലേ അത്? തീർച്ചയായും അത്തരം ഒരു പരാമർശം സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ് RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ ഭാഗത്തും ഉണ്ടായത്. CPM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണം എന്ന മുദ്രാവാക്യവുമായി UDF-ഉം RMP-യും സംയുക്തമായി വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ പരിപാടിയിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ഒപ്പം വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അവിടെ ഉണ്ടായിരുന്നു. ലീഗിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയ പ്രചാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ ഒരു ഇടത്തേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീവിരുദ്ധ പരാമർശം കൂടി കടന്നു വന്നിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത് CPM വലിയ രീതിയിൽ ആയുധമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ ഒരു തുടർ പ്രതികരണം എന്നത് വരും ദിവസങ്ങളിലും വടകര മണ്ഡലത്തിൽ നിന്നും ഉയർന്നു കേൾക്കും. ഗോകുൽ. ശരി മിഥില, ഏതായാലും CPM-ന് എതിരെ ഒരു വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പരിപാടി, CPM-ന്റെ വർഗീയ പ്രചാരണം എന്നാരോപിച്ചുകൊണ്ടുള്ള UDF-ന്റെ പരിപാടിയിലാണ് ഇത്തരത്തിൽ RMP നേതാവിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPIM വടകരയിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം നിലപാടുകളിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നതെന്ന് PM സലാമും വിമർശിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാണെങ്കിൽ CPIM തിരുത്താൻ തയ്യാറാകുമോ എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം. CPIM വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന മുദ്രാവാക്യവുമായാണ് വടകരയിൽ UDF RMP ജനകീയ ക്യാമ്പയിൻ നടത്തിയത്. ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നാണ് വടകരയിൽ CPIM വർഗീയ പ്രചാരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയ വിഭജനമുണ്ടാക്കി ആളുകളെ രണ്ട് ചേരിയിലാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ്. എന്റെ ചോദ്യം, ആ BJP-യും ഈ വടകരയിലെ CPM-ഉം തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുപേരും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാണെങ്കിൽ CPM തിരുത്താൻ തയ്യാറാകുമോ എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം. ഞാൻ നല്ലവനായ ഉണ്ണിയായിട്ടോ ഞാൻ ഹരിശ്ചന്ദ്രനായിട്ടോ അതല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിട്ടോ ഒന്നുമല്ല. എനിക്ക് ഒരു കാര്യം കളങ്കമില്ലാതെ പറയാൻ പറ്റും. എനിക്ക് വർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാളും ഇഷ്ടം 100 തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് CPM ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാമിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം. മനുഷ്യരെ ശത്രുക്കളാക്കുന്ന, മനുഷ്യരെ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ജീവിതത്തിൽ സമാധാന ഭംഗമുണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കരുത്. അതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി. റഹീം മൂർഖനേക്കാൾ വലിയ വിഷമെന്നായിരുന്നു RMP നേതാവ് N. വേണുവിന്റെ വാക്കുകൾ. 24 കോഴിക്കോട്. പിതാവിനെ ഉപേക്ഷിച്ച മകൻ.
എരൂരിൽ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു പോയ കിടപ്പ് രോഗിയായ വയോധികരെ മൂവാറ്റുപുഴയിലെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റി. ബന്ധുക്കളെ വിളിച്ചു വരുത്തി പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 24 വാർത്തയ്ക്ക് പിന്നാലെ 75 വയസ്സുള്ള ഷൺമുഖനെ നഗരസഭാ അധികൃതർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മകൻ അജിത്ത് വേളാങ്കണ്ണിയിലാണെന്നാണ് വിവരം. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മന്ത്രി ആർ ബിന്ദുവും റിപ്പോർട്ട് ചെയ്തു. മകനിവിടെ ഉപേക്ഷിച്ചു പോയതാണോ? ഉപേക്ഷിച്ച് വീട്ടുസാധനങ്ങൾ എടുക്കാൻ മറക്കാതിരുന്ന മകൻ ചലനശേഷി പോലുമില്ലാത്ത തന്നെ മറന്നെന്ന് ഒരു പിതാവ് വേദനയോടെ പറയുന്നു. 24 മണിക്കൂറാണ് ഷൺമുഖൻ ഭക്ഷണമോ തുള്ളി വെള്ളമോ കിട്ടാതെ വാടക വീട്ടിൽ ഒറ്റപ്പെട്ടത്. വീട്ടുടമ സുനിലിന്റെ തുണ കൊണ്ട് ജീവൻ ബാക്കിയായി. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോയി, പക്ഷെ അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയേക്കാണ്. മിനിഞ്ഞാന്ന് രാത്രി പോയതാ. 3 മക്കളെ വളർത്തി വലുതാക്കിയ പിതാവിനാണ് ഈ ദുരവസ്ഥ. 24 വാർത്തയ്ക്ക് പിന്നാലെ തൃപ്പുണിത്തുറ നഗരസഭാ വൈസ് ചെയർമാൻ KK പ്രദീപ് കുമാറിന്റെ ഇടപെടൽ. താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സൂപ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് അവർ അടിയന്തരമായിട്ട് ടീം എത്തും. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പരിചരണം കൊടുക്കുകയും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ഈ ഉപേക്ഷിച്ചു പോയത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തി. മറ്റു മക്കളും ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ ഷൺമുഖനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട്ടു സാധനങ്ങളുടെ വില പോലും സ്വന്തം അച്ഛന് നൽകാത്ത മകൻ ഉപേക്ഷിച്ച അച്ഛൻ പൊതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി മകനെതിരായിട്ട് നിയമപരമായ നടപടികളാണ് പൂർത്തിയാകാനുള്ളത്. ക്യാമറാമാൻ അരുണിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. കൊല്ലത്ത് 24 പ്രതിനിധി ആർ അരുൺ രാജിനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് FIR. അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിങ്ങിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺ രാജിനെ ആക്രമിച്ചത്. കത്തിയും വിയർകുപ്പിയും വീശി. ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി. ആവശ്യമില്ല കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഇച്ചിരി പുച്ഛോ ഇല്ല. ഇവിടുത്തെ 24 പുച്ഛോ കാണിച്ചാലേ അവരെ മീശയെ മൊത്തം ഓരോന്ന് പിടിയെടുക്കും. അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു. കടുത്ത നടപടി കൊല്ലം സിറ്റി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അരുൺ രാജിന് സംഭവിച്ച ഈ അപമാനത്തിന്, ശാരീരിക പീഡനത്തിന്, ഈ ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അരുൺ രാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി FIR-ൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്ത, പാലക്കാട് ചന്ദ്രനഗറിൽ ഷോറൂമിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച സംഘം പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. ഷോറൂം തകർത്താണ് മോഷണം. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, എന്നാണ് ഈ സംഭവം? ഹെൽമറ്റ് ഒരു മറയാക്കി ആ ധൈര്യത്തിലായിരുന്നു ഈ മോഷണം? ഗോകുൽ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. സത്യത്തിൽ നമ്മൾ നോർത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ കണ്ടിട്ടുള്ളത്. പാലക്കാട് കസബ പോലീസാണ് ഈ 2 പ്രതികളെയും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. 3 പ്രതികൾ ആകെയുണ്ട്. ഒരു പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാടാനപ്പള്ളി സ്വദേശി
സുഹൈൽ അടക്കം തന്നെ എങ്ങണ്ടിയൂർ സ്വദേശിയായിട്ടുള്ള വിഷ്ണു പ്രസാദ് 23 24 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഇവർ രണ്ടുപേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. കളവിനായി പ്രതികൾ 3 പേർ ചേർന്ന് ബൈക്കിൽ വരികയും പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വില കൂടിയ ബൈക്ക് നോക്കി വെക്കുകയും തുടർന്ന് ഈ ചന്ദ്രനഗർ ഷോറൂമിലെത്തി അവർ മോഷണം നടത്തുകയുമായിരുന്നു. ഇവർ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ അടിപിടി, പോക്സോ തുടങ്ങി വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണിവർ. ആഡംബര ബൈക്കുകളാണ് ഇവർ നോട്ടമിടുന്നത്. ഈ മോഷണം നടത്തിയ ശേഷം നിമിഷ നേരം കൊണ്ട് ഇവ പൊളിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. ഈ തരത്തിൽ തന്നെ ചന്ദ്രനഗറിൽ നിന്നും മോഷ്ടിച്ച ബൈക്ക് വേർതിരിച്ച് 3 സ്ഥലങ്ങളിലായി ഇവർ വിൽപ്പന നടത്തിയിരുന്നു. ഈ വിൽപ്പന നടത്തിയ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് മുതലാണ് കസബ പോലീസിന് പ്രതികളിലേക്കുള്ള വഴി തെളിയുന്നത്. തുടർന്ന് പ്രതികളെ പിടികൂടുകയും ഇതിൽ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിട്ടയക്കുകയുമായിരുന്നു. അവരുടെ CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെയധികം നിർണായകമായിരുന്നു. ഈ ഷോറൂമിലെ CCTV ദൃശ്യങ്ങൾ. ഇവർ ഈ ഷോറൂമിന്റെ പൂട്ട് തകർത്താണ് ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വളരെ എളുപ്പത്തിൽ അവർ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്ത് നിന്ന് സർവീസിന് വേണ്ടി എത്തിച്ച ബൈക്കാണ് അവർ മോഷ്ടിക്കുന്നത്. അത് മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. തുടർന്ന് കസബ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അത് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. ശരി നിഖിൽ, ഏതായാലും പാലക്കാട്ട് ചന്ദ്രനഗറിലെ ബൈക്ക് ഷോറൂമിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്ന അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. ഏതായാലും ആ പ്രതികളെ 3 പേരെയും പിടികൂടുകയും ചെയ്തു പോലീസ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ. സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായി വേനൽ മഴ. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഉടുമ്പൻചോലയിലും ശക്തമായ മഴ ലഭിച്ചു. എറണാകുളത്ത് മിന്നലിൽ നാശനഷ്ടങ്ങളുണ്ടായി. 5 ദിവസം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം വേനൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോട്ടയത്തും കണ്ണൂരും കോഴിക്കോടും ഉടുമ്പൻചോലയിലും വേനലിന് ആശ്വാസമായി മഴയെത്തി. കോതമംഗലത്ത് മിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. മാവിൻചുവട് പെട്രോൾ പമ്പിന് സമീപത്തെ തെങ്ങിനാണ് തീപിടിച്ചത്. മൂവാറ്റുപുഴ പായിപ്രയിൽ വൻ തേക്കുമരം മിന്നലേറ്റ് പിളർന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ തിങ്കളാഴ്ചയും യെല്ലോ മുന്നറിയിപ്പുണ്ട്. കാറ്റോടുകൂടിയ മഴയ്ക്കൊപ്പം ഉച്ചയ്ക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലും ഉണ്ടാകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. മഴയുമായി ബന്ധപ്പെട്ട് പുതിയ മുന്നറിയിപ്പ് വരുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ 8 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ്, ഈ ചൂടിന് ആശ്വാസമാണ് മഴയെന്ന് പറയുമ്പോൾ പോലും കരുതിയിരിക്കണമെന്നതാണല്ലോ ഈ മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചന, അല്ലേ? ഗൂഗിൾ, തീർച്ചയായും. കാരണം ഉഷ്ണച്ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 8 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. ഇതിനൊപ്പം 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത്. നാളെയും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ാം തീയതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് എന്ന് കാലവർഷം എത്തുമെന്ന ഒരു സൂചന ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഗൂഗിൾ, സംസ്ഥാനത്ത് കൂടുതൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവചനം. ഏതായാലും വേനൽമഴ ഇന്ന് പരക്കെ പലയിടങ്ങളിൽ ലഭിച്ചു. അതിനൊപ്പം തന്നെ ഇടിമിന്നലിലും ശക്തമായ കാറ്റും ഉണ്ടാകും എന്നതാണ് ജാഗ്രത പുലർത്തേണ്ട കാര്യം. പലയിടങ്ങളിലും അത് സംബന്ധിച്ച നാശനഷ്ടങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. വടകരയിൽ UDF പരിപാടിയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ. അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു അധിക്ഷേപ പരാമർശം. പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു അധിക്ഷേപ പരാമർശം നടത്തിയത്. മിഥില ബാലൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥില, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ RMP നേതാവ് KK രമയുടെ അടക്കം പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും അതിനൊക്കെ മുമ്പ് തന്നെ ഖേദം പ്രകടിപ്പിച്ച് പിൻവാങ്ങുന്നു അല്ലേ ഹരിഹരൻ? സമയം മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി.
തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇതാണ് KS ഹരിഹരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഈ ഒരു വിവാദം ഏറ്റെടുത്തു കഴിഞ്ഞു. CPM-ലെ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഈ ഒരു പ്രസംഗം ഇതിനകം തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല VD സതീശനും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന്റെയും സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് CPM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണം എന്ന ഒരു മുദ്രാവാക്യത്തോടെ വടകരയിൽ UDF-ഉം RMP-യും സംയുക്തമായി സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയതും എന്നതും ശ്രദ്ധേയമാണ്. ഇത് തന്നെയായാലും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിവാദ പരാമർശത്തെ നടത്തുന്നത്. KK ശൈലജയെ മാത്രമല്ല മഞ്ജു വാര്യർക്കെതിരെയും കൂടിയുള്ള ഒരു വ്യക്തിഹത്യ കൂടിയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും മിഥിലയാണ് വിവരങ്ങൾ നൽകിയത്. മിഥില, ഒരു കാര്യം കൂടി, ഈ വേദിയിൽ അല്ലെങ്കിൽ സദസ്സിൽ നിന്നൊക്കെ കയ്യടി കൂടി വരുന്നുണ്ടായിരുന്നു ആ പരാമർശത്തിന് പിന്നാലെ. തീർച്ചയായും ഗോകുൽ, അത്തരമൊരു കാഴ്ച തന്നെയാണ് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. ഈ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് അവിടെ ഉണ്ടായത്. തൊട്ടു പിന്നാലെയാണ് ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം KS ഹരിഹരന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരികയും ചെയ്യുന്നത്. എന്തു തന്നെയായാലും അല്പസമയം മുമ്പാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദം പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ ഖേദ പ്രകടനത്തിലൂടെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വ്യക്തിഹത്യ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു പരാമർശത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ CPM-ഉം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുന്നുണ്ട്. ഗോകുൽ, തീർച്ചയായും വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ വാദപ്രതിവാദങ്ങൾ, അത് വർഗീയ പ്രചരണം ആര് നടത്തിയെന്നത് സംബന്ധിച്ചായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇത് ഒരുപക്ഷെ മുമ്പ് CPM ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ അശ്ലീല പ്രചാരണം നടത്തി അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ പ്രചരണം നടത്തി എന്ന ആരോപണം, ആ ആരോപണത്തിന് അവർക്ക് ഒരുപക്ഷെ ന്യായവാദമായി അല്ലെങ്കിൽ ഉപോത്ബലകമായി സൂചിപ്പിക്കാൻ കൂടി കഴിയുന്നതാണല്ലോ ഈ ഇന്നത്തെ പരാമർശവും. തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. അശ്ലീല പോസ്റ്റർ പ്രചരിപ്പിച്ചു അത്തരം ആരോപണങ്ങളെല്ലാം തന്നെ UDF-നെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങൾ എല്ലാം തെളിവ് വെക്കുന്ന അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾക്കെല്ലാം ബലപ്പെടുത്തുന്ന ഒരു പരാമർശം തന്നെയാണ് RMP-യുടെ നേതാവ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് RMP-യുടെ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായത്. എന്തു തന്നെയായാലും നാളെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയം ആകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകം തന്നെ ഫേസ്ബുക്കിൽ നിരവധി പേരാണ് ഈ ഒരു പരാമർശത്തിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല വടകരയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ KK ശൈലജയ്ക്കെതിരായി ഉയർന്നു വന്ന വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. എന്തു തന്നെയായാലും ഇന്നത്തെ ഒരു സംഭവം എന്നത് ഈ വർഗീയതയ്ക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം ഒരു പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ എന്നോണം UDF വിളിച്ച ഒരു പരിപാടിയിൽ തന്നെയാണ് ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. ഗോകുൽ, ശരി, അപമാനകരമായ അധിക്ഷേപമാണ് KS ഹരിഹരൻ നടത്തിയത്. ഖേദപ്രകടനം വരുന്നു സോഷ്യൽ മീഡിയയിൽ, പക്ഷേ അവിടെ കൊണ്ട് തീരില്ല എന്നത് തന്നെയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഈ ഘട്ടത്തിൽ ഈ വളരെ വേഗത്തിൽ തന്നെ വരുന്ന പ്രതികരണം. അത് KK ശൈലജയെ മാത്രമല്ല നടിയെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ്, പരാമർശമാണ്. അതും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുതിർന്ന RMP നേതാവ് നടത്തിയത്. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പൂർവ്വസ്ഥിതിയിലായില്ല. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ 2 സർവീസുകളും കരിപ്പൂരിൽ 1 സർവീസും ഇന്ന് മുടങ്ങി. കരിപ്പൂരിൽ വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു. 2 ദിവസത്തിനകം പൂർണ്ണ പരിഹാരമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ സമരം ഒത്തുതീർത്തിട്ടും യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. രാവിലെ 5:15-നും 9:30-ക്കും പുറപ്പെടേണ്ടിയിരുന്ന ദമാം അബുദാബി സർവീസുകളാണ് മുടങ്ങിയത്. കരിപ്പൂരിൽ നിന്നുള്ള റാസൽ ഖൈമ സർവീസ് മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ ഇന്ന് 2 സർവീസുകൾ റദ്ദാക്കി. പുലർച്ചെ 2:05-ന് ഷാർജയിലേക്കും രാവിലെ 8 മണിക്ക് ബഹ്റൈനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മെഡിക്കൽ അവധിയെടുത്ത ക്യാബിൻ ക്രൂവിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ജീവനക്കാർക്ക് ഇത് ഹാജരാക്കാൻ സാധിക്കാത്തതാണ് സർവീസുകളെ ബാധിച്ചത്. ചൊവ്വാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകുമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട കരിപ്പൂർ ബഹ്റൈൻ എയർ ഇന്ത്യ വിമാനം വൈകിയതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. രാവിലെ 10:10-ന് പുറപ്പെടേണ്ട ബഹ്റൈൻ വിമാനം വൈകിട്ട് 6:30-നാണ് പുറപ്പെട്ടത്. 24 മലപ്പുറം.
തൃശൂർ മലക്കപ്പാറയിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ KSRTC ബസ്സിലെ യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റി. ചാലക്കുടി ഡിപ്പോയിൽ പുതിയ ബസ് അയച്ച് ബസ്സിൽ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുകയായിരുന്നു. മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വന്ന ബസ്സാണ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് കാട്ടിൽ കുടുങ്ങിയത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തതിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തുടരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ കാലുവാരിയില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കുറിപ്പിൽ വിമർശനമുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ് തുടക്കം. ഫോട്ടോ പുറത്തുവന്നതോടെ പെരിയ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രമോദ് പെരിയയെ മാറ്റി. നടപടി ഏകപക്ഷീയമാണെന്നാരോപിച്ച് പ്രമോദ് പെരിയ രംഗത്തെത്തുകയും ചെയ്തു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റും പെരിയ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ T. രാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെ വിവാഹ ചടങ്ങിലുണ്ടായിരുന്നെന്ന് പ്രമോദ് പെരിയ തുറന്നടിച്ചു. ഇതോടെയാണ് രക്തസാക്ഷികളുടെ ആത്മാക്കളെ നേതാക്കൾ വേദനിപ്പിച്ചെന്നാരോപിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തിയത്. രക്തസാക്ഷികളെ മറന്നവർ എത്ര ഉന്നതരായാലും അവരെ ശക്തമായി തള്ളിപ്പറയുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാനാകുമെന്നും കുറിപ്പിലുണ്ട്. 24 കാസർഗോഡ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ വൃദ്ധ കൊല്ലപ്പെട്ടു. അയ്യൻകൊല്ലി മുരുക്കുംപാടി മാടസ്വാമിയുടെ ഭാര്യ നാഗമ്മാളാണ് മരിച്ചത്. വീടിന് സമീപത്ത് നിൽക്കുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. മൂവാറ്റുപുഴയിൽ വാഹനാപകടത്തിൽ ഒരു മരണം, 9 പേർക്ക് പരിക്കേറ്റു. വാഗമണിലേക്ക് പോയ യുവാക്കളുടെ കാർ മറ്റ് 2 കാറുകളിലിടിച്ചാണ് അപകടം. ഏഴുമുട്ട സ്വദേശിനിയായ മാനാപ്പുറത്ത് കുമാരിയാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരം. ചലച്ചിത്ര നടി PP ഗിരിജ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈ അണ്ണാനഗറിലായിരുന്നു അന്ത്യം. 50കളിൽ ബേബി ഗിരിജ എന്ന പേരിൽ ബാലതാരമായി മലയാള സിനിമകളിൽ തിളങ്ങിയ താരമാണ്. ജീവിത നൗക, വിശപ്പിന്റെ വിളി, അച്ഛൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. കാസർഗോഡ് കാറിൽ കടത്തിയ 2 കോടിയുടെ സ്വർണം പിടികൂടി. മംഗളൂരു സ്വദേശി ദേവരാജ് സേഠ് പിടിയിലായി. തൃശൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയാണ് ആനയിടഞ്ഞത്. ആനയെ തളച്ചു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.